നമസ്കാരം. തെരഞ്ഞെടുപ്പ് ചൂട് രാഷ്ട്രീയ നേതാക്കളുടെ സിരകളെ ത്രസിപ്പിച്ചു തുടങ്ങി. ചിലർ അവരവരുടെ സീറ്റിനെക്കുറിച്ചോർത്ത് വേവലാതിപ്പെടുന്നു. ചിലർ മറ്റുള്ളവർ ജയിച്ചു കളയുമോ എന്ന് ആവലാതിപ്പെടുന്നു. മറ്റു ചിലർ മുന്നണി മൊത്തത്തിൽ ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലേ എന്ന് ആശങ്കപ്പെടുന്നു. എന്തായാലും കേരളം മുഴുക്കെ നെഞ്ചിടിപ്പേറ്റുന്ന നാളുകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നെഞ്ചിടിപ്പുകൾ പരിശോധിക്കാം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. കേരള കോൺഗ്രസുകാർ കെ.എം. മാണിയും പി.ജെ. ജോസഫും തലയിൽ കൈവച്ച് നിലവിളിക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജും കൂട്ടരും എ.കെ.ജി. സെന്റർ ലക്ഷ്യം വെച്ച് മുന്നേറുകയാണ്. വി.എം. സുധീറിനുള്ള ഏക ആശ്വാസം മറ്റു ചില നമ്പറുകളിലാണ്. ഇത്തരം ചർച്ചകളെയെല്ലാം മറികടക്കാവുന്ന വിധത്തിൽ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ചില സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി അതിജീവിക്കാം എന്ന പ്രതീക്ഷ. അവരിൽ പ്രധാനികൾ സിനിമാ രംഗത്ത് നിന്നാണ് ജഗദീഷും സിദ്ദിഖും. ജഗദീഷ് പത്തനാപുരത്ത് കെ.വി. ഗണേഷ് കുമാറിനെതിരെ അംഗത്തിനിറങ്ങാനാണത്രേ പരിപാടി. യൂത്ത് കോൺഗ്രസ് എതിർപ്പുകളുമായി രംഗത്ത് വന്നെങ്കിലും സുധീരൻ വിട്ടുകൊടുക്കാനിടയില്ല. രാഷ്ട്രീയക്കാരുടെ തൊഴുത്തിൽ കുത്തുകളെ കുറിച്ച് അത്രയധികം പിടിയില്ലാത്ത ജഗദീഷ് ആണെങ്കിൽ സമ്മതം അറിയിച്ചത് തെറ്റായിപ്പോയോ എന്ന പേടിയിലാണ്. സമ്മതമാണോ? സമ്മതമാണ്. എടോ, സമ്മതമാണോ അല്ലേ? നശിപ്പിച്ച് കുഴപ്പമായ നീ എന്തിനാണ് സമ്മതമാണെന്ന് പറയാൻ പോയത്? സമ്മതമല്ല. എന്താ ആർക്കെങ്കിലും എതിർപ്പുണ്ടോ? അല്ല. എടോ, സമ്മതമാണോ അല്ലേ? എനിക്ക് സമ്മതമല്ല, പക്ഷെ അവന് സമ്മതമാണ്. പറഞ്ഞ തിരിഞ്ഞു പോയാ. എടോ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. സമ്മതമാണ്. സിനിമയിൽ കോമഡി കളിച്ചാലും ഏത് നേതാവിനൊപ്പവും നിൽക്കാനുള്ള വ്യക്തിത്വം ജഗദീഷിനുണ്ടെന്നാണ് സുധീരന്റെ നിലപാട്. വെറും സിനിമാക്കാരൻ എന്നതിനപ്പുറത്ത് ബുദ്ധിയും നിലവാരവുമുള്ള ഒരു കോളേജ് അധ്യാപകനും പ്രഭാഷകനുമൊക്കെയാണല്ലോ. എന്തായാലും ഇതെല്ലാം കേട്ട് ആവേശം പൂണ്ട ജഗദീഷ് പത്തനാപുരം ഗണേശനെ തേടി അംഗത്തിനായി വണ്ടി വിട്ടുകഴിഞ്ഞു. ഗണേശനാണെങ്കിൽ പോടാ പുല്ലേ എന്നതാണ് സമീപനം. ഇവിടെ ചാനലുകളൊക്കെ പറയുന്ന അവര് വരും ഇവര് വരും, ഗണേഷ് കുമാറിനെതിരെ ആന വരുന്നു കുതിര വരുന്നു എന്നൊക്കെ പറയുന്നു. എങ്ങോട്ടാണ് പുറപ്പാട്? വേണ്ട, അംഗം കുറിച്ചവർ തമ്മിൽ അന്വേഷണം വേണ്ട. അംഗം കുറിക്കാൻ നീ ആര്? ആരോ വിളിച്ചവർ? അത്രയ്ക്കങ്ങ് വേണ്ട. നിങ്ങൾക്കൊരു ധാരണയുണ്ട്. ഞാൻ എന്നോട് എല്ലാവരും പറയും ലൈക്ക് വേണം, അത് വേണം, ഇത് വേണം, എല്ലാം എന്നോട് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ്. എക്സ്ക്യൂസ് മീ, ഇനി അംഗം തീരുന്നവരെ എന്റെ ആഹാരം അന്നപൂർണയിൽ നിന്നാണ്. തന്റെ കഞ്ഞി തനിക്ക്, എന്റെ കഞ്ഞി എനിക്ക്. തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കാൻ ദൈവം ഒരു അവസരം തരികയും നിങ്ങൾ വീണ്ടും എന്നെ തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവിടെ ചാനലുകളൊക്കെ പറയുന്ന അവര് വരും ഇവര് വരും, ഗണേഷ് കുമാറിനെതിരെ ആന വരുന്നു കുതിര വരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ സത്യമാണെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? തെളിവാണ് പ്രധാനം. ഒരു കുറ്റാന്വേഷകന്റെ കണ്ണുകൾ തൂണിലും തുരുമ്പിലും ഉടക്കിയിരിക്കും. ഈ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹം ഞാൻ അത്ഭുതപ്പെടുകയാണ്. പഞ്ചായത്ത് മെമ്പർമാരടക്കം, ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും അടക്കം, UDF-കാരും LDF-കാരും അടക്കം കാണുമ്പോൾ പറയുന്നത്, സാറേ ഐമാക്സ് ലൈറ്റ് വേണമല്ലോ അവിടെ, ഇലക്ഷനൊക്കെ ഇല്ലേ, അത് ഇലക്ഷൻ കഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറയുന്ന ആ സ്നേഹവും ആത്മവിശ്വാസവും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിലെനിക്ക് നിങ്ങളോട് നന്ദിയുണ്ട്. എന്നെ ഞാൻ ചെയ്ത കാര്യങ്ങളിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ പാലിച്ചു എന്ന കാര്യത്തിൽ ഈ നാട്ടിലെ ജനങ്ങൾ വെച്ചു പുലർത്തുന്ന വിശ്വാസം, ആ വിശ്വാസമാണ് എന്റെ ഏറ്റവും വലിയ കരുത്ത്. എന്റെ കളരി പരമ്പര ദൈവങ്ങളാണ്. ചെത്തിക്കോട്ട് ഭഗവതിയാണ്. ഇന്നേക്ക് 15 നാളുകൾക്കുള്ളിൽ കണ്ണന്റെ കള്ളക്കളി കണ്ടുപിടിച്ച് അടിയറവ് പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിരാമൻ പുഷ്കരൻ എന്നല്ല. ഇത് സത്യം സത്യം. ഗണേശനെ തോൽപ്പിച്ചാലും ഇല്ലെങ്കിലും ജഗദീഷിന് മത്സരിക്കാൻ സീറ്റ് ഉറച്ച മട്ടാണ്. ഇനി സ്ഥലത്തെ പ്രധാന പയ്യൻസായി അംഗത്തിന് ഇറങ്ങിയാൽ മാത്രം മതി. എന്നാൽ സിദ്ദിഖിന്റെ കാര്യം കഷ്ടമാണ്. അരൂർ മണ്ഡലത്തിൽ ആരിഫിനെതിരെയാണത്രേ മത്സരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഐ ഗ്രൂപ്പുകാർ വിടുമോ? കൊല്ലം DCC പ്രസിഡന്റ് A.A. ഷുക്കൂർ വാർത്ത കേൾക്കേണ്ട താമസം വടിയുമായി പടക്കിറങ്ങി. സിനിമക്കാരെയൊന്നും മത്സരിപ്പിക്കാൻ പറ്റില്ലെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്ത. പിന്നെ എനിക്കിവിടെ ചെറിയ പണി വല്ലതും കിട്ടുമോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തത്. ബുദ്ധിമുട്ടില്ലാത്ത പണി പാട്ട് പാടുന്നതാണ്. കേൾക്കുന്നവർക്ക് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ചെറിയ പണിയാലും മതി. വല്ല നെറ്റ് മുറുക്കലോ മറ്റോ. നിന്നെ ഇവിടെ പണിക്ക് നിർത്തിയാൽ പിന്നെ എനിക്ക് പണിയാവും. നീ ഒരു കലാകാരനല്ലേ?
ഗായകനല്ലേ ആ വടിക്ക് ചിന്തിക്ക് പൊൽത്തിങ്കൽ കല ഇവിടെ വെച്ച് വേണ്ട, റോഡിൽ ഇറങ്ങിയിട്ട് മതി. രാഷ്ട്രീയമായ ഒരു പൊതു താല്പര്യങ്ങൾ പാർട്ടിക്കകത്ത് വന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു. പുതിയ അഡ്മിറ്റ് ആണല്ലേ? ഞങ്ങളൊക്കെ കുറച്ചാളായിട്ട് ഇവിടുത്തുകാരാ. നമ്മുടെ പേരെന്താ? ഗാനലോക വീഥികളിൽ വേണുമാട്ടിടയൻ. ഈ 9 നിയോജകമണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പട്ടിക സമർപ്പിച്ചിട്ടുണ്ട്. ആ പട്ടികയിൽ ഇങ്ങനെ സിനിമാ താരങ്ങളുടെ പേരോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പേരുകളോ ഒന്നും ഞങ്ങൾ പരാമർശിച്ചിട്ടില്ല. എങ്കിലും എന്നോ മലാൾക്കു പാവം സിദ്ദിഖ് എന്തൊക്കെ തരണം ചെയ്യണം. ഇതാണ് പറയുന്നത് ഈ സിനിമാക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പ് നല്ലൊരു പഠന ക്ലാസ് കൊടുക്കാൻ അമ്മ ഇടപെട്ട് തയ്യാറാകണം എന്ന്.